ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം ഉണ്ടാവും. നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചതാ. ഞാനാണെങ്കിൽ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എണീക്കൂല, ഇതിന്റെ റിയാക്ഷനും ഉണ്ടാവൂല. അത് ശരിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്തായാലും ഒരു മന്ദപ്പൊക്കെ ഉണ്ട്. അത് സാരല്ല, അത് പണ്ടേ ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ ശരിയാവുമായിരിക്കൂലേ ഈ ടീച്ചർ കാണുമ്പോ? ടീച്ചർ കാണുമ്പോ ചിലപ്പോ ശരിയാവും, അല്ലാതെ ശരിയാവോന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ഓക്കെ, എന്തായാലും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 5 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താണ് അറിയാവുന്നത്? ഒന്ന് മൊഴിഞ്ഞാലും. ഒന്നും അറിയില്ല. ഓണത്തിന് റിലീസ് ആവുന്നുണ്ട് ഓഗസ്റ്റ് 28. ഞാൻ പിന്നെ ഓഗസ്റ്റ് 29 എന്ന് പറയാൻ വരികയാണ്. ഓഗസ്റ്റ് 29 കണ്ടോളൂ. അല്ല, ഓഗസ്റ്റ് 28. എന്റെ ഒരു പ്രധാന സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയപൂർവ്വം ഓണം തൂക്കുവോ? ആദ്യം ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞപ്പോ നീ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാ. അല്ല, ഞാൻ ചോദിച്ചല്ലേ, എന്റെ സംശയം. തൂക്കൂലേ? പിന്നെന്താ? അല്ല, പിന്നെ സംശയം ചോദിക്കണല്ലോ, അത് ചോദിച്ചിട്ട് വേണ്ട പോവാൻ. നമുക്ക് ആധികാരികമായിട്ട് അങ്ങ് പറയണെങ്കിലേ ഒഫീഷ്യൽ ടീസർ കാണണം. ടീസറും ട്രെയിലറും ഒക്കെ വരണം. എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. ടീസർ കാണുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ കിട്ടുമായിരിക്കും, കുറച്ചെങ്കിലും. എന്തായാലും ലാലേട്ടൻ നായകനാവുന്ന സിനിമ മാളവിക മോഹനാണ് നായികയായിട്ട് വരുന്നത്. സംഗീത് പ്രതാപ് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ സിദ്ദീഖ്, നിഷാൻ, പിന്നെ ആരൊക്കെയാണ്? ബാബുരാജ്, ജനാർദ്ദനൻ. വൻ കാസ്റ്റിംഗ് ആണ്. അത് പിന്നെ സത്യനന്ദിക്കാടല്ലേ, ആ ഒരു ലാലു അലക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാസ്റ്റിംഗ് എന്തായാലും ഉണ്ടാവും. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇനി ടീസർ കണ്ടിട്ട് നോക്കാം. സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ. ഇപ്പം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് കരുതുന്നു. എത്തിക്കാണും. ഓക്കെ, എന്തായാലും ഒഫീഷ്യൽ ടീച്ചർ. എത്ര ടൈം ഉണ്ടടിയാ? 1 മിനിറ്റും 1:05 ഉള്ളൂ. ഇപ്പൊ 1:08 ഉണ്ടെന്ന് പറഞ്ഞിട്ട് 3 മിനിറ്റ് പിന്നെ കട്ടാക്കി കളഞ്ഞതാ. 3 മിനിറ്റോ? അല്ല, 3 സെക്കൻഡ്. ഓക്കെ, റെഡി. ഓക്കെ. Kalya. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff I'm doing just for her. But I love Fafa, man. Fafa? Fahad Fasil. Avisham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? രസമുണ്ടല്ലോ, ഒന്നുകൂടി കണ്ടാലോ? എനിക്ക് തിരിച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീനിയർ ആക്ടേഴ്സ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വൈകി, കുറച്ച് മുന്നേ ചെയ്യണമായിരുന്നു. തിരിച്ചു കൊടുക്കാൻ വൈകി. കല്യാണം. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff I'm doing just for her. But I love Fafa, man. Fafa? Fahad Fasil. Avisham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. കൊടുക്ക് മതി. ചിരിക്കട്ടെ പൊരിക്കട്ടെ പറക്കട്ടെ മനസ്സ്. നല്ല രസമുള്ള പാട്ടും നല്ല രസമുണ്ട്. ഫണ്ണ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സത്യം.
ടീസറിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കുറച്ച് ലാലിസം കാണാൻ പറ്റും, എക്സ്പ്രഷൻസ് പരിപാടികളൊക്കെ ഉണ്ട്, രസമുണ്ട്. അത് പിന്നെ നമുക്കറിയാലോ, മറ്റേ സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്ത് ലാലേട്ടൻ സിനിമകൾ വെറുതെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് എക്സ്പ്രഷൻസ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. നന്നായിട്ട് യൂസ് ചെയ്യും തീർച്ചയായിട്ടും. ലാലേട്ടൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും പക്ക ഫീൽ ഗുഡ് ആണെന്ന് തോന്നുന്നു. അല്ലാണ്ട് അതിന്റെ മുകളിലോട്ട് ഒരു സംഭവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അതായത് ഈ കുറേ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് ചികിത്സന്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് ചിലപ്പോ എല്ലാരും ഹാർട്ട് പേഷ്യൻസ് ആയിരിക്കാം, ഹാർട്ടിന്റെ ആണല്ലോ, ഹാർട്ട് പേഷ്യന്റ് ആവാം, അതിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സയാവാം. എനിക്ക് തോന്നുന്നു ആയുർവേദ ചികിത്സയാണെന്ന് തോന്നുന്നു. അതിലെ മെയിൻ ആളായിട്ട് നമ്മുടെ സിദ്ദീഖ്. ഓക്കെ, പിന്നെ അനുപമ പരമേശ്വരൻ അവിടുത്തെ ഒന്നെങ്കിൽ തെറ്റിപ്പോയി, മാളവിക മോഹൻ ഇതില് ഡയറ്റീഷ്യനൊക്കെ ആയിട്ട് അത്യാവശ്യം യോഗയും കാര്യങ്ങളും ഒക്കെ ചെയ്ത്, അതായത് അവിടുത്തെ രോഗികൾക്ക് വേണ്ടി ചെയ്യാൻ നിൽക്കുന്ന ഒരു മേ ബി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ. ഓക്കെ, അപ്പൊ സംഗീത് പ്രതാപ് മറ്റൊരു രോഗി. അതോ ലാലേട്ടന്റെ കയ്യാളോ? എനിക്ക് തോന്നുന്നത് ആയിരിക്കുമോ, അതായത് അവിടെ വന്ന അതിപ്പോ പ്രായഭേദമന്യേ അതുണ്ടാവും, അങ്ങനെയുള്ള ബന്ധമായതാണോ എന്താണെന്നുള്ളത് കണ്ടറിയാം. എന്തായാലും പറയാൻ ഇതൊക്കെ വെച്ച് ഇത്രയും പിടിച്ച് വലിയ കാര്യല്ലേ? അല്ലെങ്കിലും നീ പിടിക്കുന്ന കാര്യത്തിൽ കുറച്ച് നീ മുമ്പനാണ്. സംഭവം കറക്റ്റല്ലേ? ഏകദേശം അങ്ങനെയും പറയാം, മലയാളികൾ ചിന്തിക്കാലോ, എങ്ങനെ ചിന്തിക്കാലോ. അല്ലേ സംഭവം ആ കൂട്ടലുണ്ട് മൊത്തം. അതായത് ആദ്യം കണ്ട അതായത് മലയാളി അല്ലാത്ത ഒരാളുണ്ടല്ലോ, ഹിന്ദിക്കാരൻ, ആളവിടെ ചികിത്സക്ക് വന്നതാണോ അത് വേറെ പുറത്ത് തന്നെയാണ്? അത് പുറത്തെ സ്ഥലം തന്നെ, പുറത്താണ്. അത് കാരണം ആ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെയാണ് ഈ നോർത്ത് സൈഡ്. ഡയലോഗ് സംഭവം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആൾ അവിടെ പോയതാ. അതെ അതെ, അതായത് ആ ആള് ഇവിടെ വന്നതല്ല അല്ലേ? സത്യം. പിന്നെ നമ്മളെന്താ കാണാൻ ആഗ്രഹിക്കുന്നത്? ലാലേട്ടന്റെ അടുത്തുനിന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കിട്ടിയാൽ മതി. അല്ല, ഇതൊരു പുതിയ പശ്ചാത്തലമാണ്. തീർച്ചയായിട്ടും. അല്ല അങ്ങനത്തെ നീ പറഞ്ഞൊരു സാധനമില്ലേ, ആ സാധനം വേറെ വന്നിട്ടുണ്ടല്ലോ സിനിമകള്. അത് ലാലേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. ലാലേട്ടൻ ചെയ്തിട്ടില്ല, അങ്ങനെ പരിപാടി ചെയ്തിട്ടില്ല തോന്നുന്നു. പിന്നെ അങ്ങനെയാണെന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. നമ്മളിത് കണ്ടിട്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. സാധ്യത അങ്ങനെയാണെന്ന് തോന്നി. എന്താണെങ്കിലും സംഭവം നൈസായിട്ടുണ്ട്. ലാലക്സ് പിന്നെ സംഗീതനെ കാണിച്ചു, പിന്നെ ആരൊക്കെ കാണിച്ചു? മാളവികനെ കാണിച്ചു, സംഗീതനെ കാണിച്ചു, സംഗീത് പ്രതാപിനെ കാണിച്ചില്ലേ? സംഗീത് പ്രതാപും രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ പഴയകാല സംഗീത. അതൊരു സത്യമാണല്ലോ അല്ലെ, പറയുമ്പോ അത് കൂട്ടി പറയണം, സംഗീത് പ്രതാപ് തന്നെ പറയണം. അത് വേറെ ഇത് വേറെ. എന്താണെങ്കിലും പിന്നെ വേറെ ആരെ കാണിച്ചേ? വേറെ ആ ഹിന്ദിക്കാരനെ കാണിച്ചു. ഫസ്റ്റ് തന്നെ ആ സംഭവം ഭയങ്കര രസമായിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടു, അതങ്ങ് പിടിച്ചു. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. സംഭവം യങ്സ്റ്റേഴ്സ് സീനിയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് സിനിമ എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ അതായത് പ്രായവും പ്രായമില്ലാത്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആ തമ്മിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കൂട്ടി ഇഴകി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് കൂട്ടി ഇഴകി കൂട്ടി ചേർത്ത് തന്നെ ആയിരിക്കും സിനിമയുടെ കഥ കൊണ്ടുപോകുന്നത്. സിമ്പിളായിട്ട് അത് തന്നെ ആദ്യം പറഞ്ഞ പോലെ ഇഴകി പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അല്ല, എൻ്റെ അടുത്ത് എന്ത് തെറ്റ് പറ്റിയാലും ഞാൻ ആ ഉറപ്പിന്റെ മന്ദപ്പിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എൻ്റെ അടുത്ത് തെറ്റ് പറ്റൂല, അതാണ് അവർക്കുള്ള ഉറപ്പ്. ഞാൻ തെറ്റിച്ച് പറയൂല, കാരണം കണ്ടു അവിടെ ഇരിക്കല്ലേ. ഞാൻ കൂടുതലൊന്നും പറയാണ്ടിരിക്കുകയാണെങ്കിൽ നിനക്കെന്ത് തോന്നി കണ്ടിട്ട്? എനിക്ക് അങ്ങനത്തെ ആ സാധനം ഒന്നും എൻ്റെ തോട്ടിൽ വന്നിട്ടില്ല. ഞാൻ ആ ഒരു മൈൻഡിലും അല്ല, ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാനേ സംബന്ധി എന്നോട് ചോദിച്ചില്ലേ തൂക്കോന്ന്, തൂക്കാനുള്ള സാധനം ഉണ്ടോന്ന് കാണണ്ടേ? അതുണ്ട്, ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി. അതായത് അതിന്റെ ഇന്ന കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ അവിടെ വേറെയുള്ള കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു. ആ ഒരു ഫണ്ണായിട്ടുള്ള മൊമെന്റ്സിൽ കുറെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളും പിന്നെ കുറച്ച് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ തൂക്കാനും ഉണ്ട്, കൺഫേം.
ഇനി നമുക്കൊരു ഇപ്പൊ നമ്മള് നേരത്തെ ആ ചോദ്യം ചോദിച്ച സമയത്ത് എനിക്കൊരു അത് ലാലേട്ടൻ സത്യനന്ദിക്കാട് ആ ഒരു ഫാക്ടർ വെച്ചിട്ട് നമുക്ക് അങ്ങ് പറഞ്ഞെങ്കിലും സാധ്യത കുറച്ചും കൂടി അങ്ങ് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം ക്ലാഷ് വരുന്ന വേറെ സിനിമകളുണ്ട്. അതിന്റെ ഒന്നും ടീസറോ ട്രെയിലറോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഇല്ലല്ലോ. അത് വരാതെ തന്നെ വലിയ സിനിമകളാണ് എല്ലാം. അല്ല, ഇതിന്റെ കൂടെ നിൽക്കുമ്പോ എല്ലാം വലിയ സിനിമകൾ തന്നെയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിന്റെ ടീസറാണ്, ഹൃദയപൂർവ്വം. ഇനി വരാനിരിക്കുന്നത് ലോക വരാനുണ്ട്, ഓടും കുതിര ചാടും കുതിര വരാനുണ്ട്, ബൾട്ടി വരാനുണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഫഫ ഓടും കുതിര ചാടും കുതിര. പക്ഷെ അത് 29-നായിപ്പോയി. ഒരു ദിവസത്തിന്റെ മാറ്റല്ലേ ഉള്ളൂ. പക്ഷെ സീനിയേഴ്സും ജൂനിയേഴ്സും ക്ലാഷ് വെക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉണ്ട്, അല്ലാണ്ട് പറ്റൂല. എന്തായാലും ഫഫയുടെ ഒരു സിനിമ വരുന്നുണ്ട്. കോയിൻസിഡൻസ് ആവാം, എന്തായാലും റിലീസിലെത്തുന്നുണ്ട്. മറ്റേ ഹിന്ദിക്കാർ വന്നിട്ട് അത് പോയി കണ്ടിട്ട് ലാലേട്ടനോട് വന്ന് പറയുന്നതും കൂടി വേണം. അതുകൂടി സിനിമയിലായിരുന്നു. അതെ, ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട്. മറ്റേ മൂപ്പരെ കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞ ഭയങ്കര രസമായിട്ട് ആ പേര് പറഞ്ഞത്. എന്നിട്ട് പറയാ നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞ സീനിയേഴ്സ് ഇല്ലേ, അവരുടെ സിനിമകളുടെ മുകളിൽ പോയോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് അതിനൊരു ഇതും കൂടി പറയണമായിരുന്നു. എന്താണെങ്കിലും മറ്റുള്ള സിനിമകളുടെയും കൂടി ഇത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയായിരിക്കും. എന്താണെങ്കിലും സാധനം പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വേറെ പേടിക്കണം, അത്രേ ഉള്ളൂ. അത് നമ്മൾ അതിനകത്ത് വേറെ കാര്യമുണ്ട്, അത് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. പോസിറ്റീവ് എന്നാണ് വന്നാൽ അറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത്. പ്രത്യേകിച്ച് ഓണം കൂടി, പ്രത്യേകിച്ച് ഫാമിലി. അതാ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും കാത്തിരിക്കാം എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്നുള്ളത്. പോവല്ലേ. ഓണത്തിന് ഇതിന്റെ കൂടെ ക്ലാഷ് വെക്കുന്ന സിനിമകൾ മാത്രം പേടിച്ചാൽ പോരാ, തുടരും പേടിക്കണം. തീർച്ചയായിട്ടും തുടർന്നും പേടിക്കണം. അതിന് ശേഷവും കുറച്ച് സിനിമകൾ വരാനിരിക്കുന്നുണ്ട്, അവരും പേടിക്കണം. ഒന്ന് കണ്ടറിഞ്ഞ് നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും പോവല്ലേ മച്ചാനെ. അപ്പൊ പോവാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബാക്കി ഉറക്കം തീർക്കട്ടെ. ഇതിട്ടിട്ട് അല്ലടാ, ഞാൻ കൊണ്ടുപോയിട്ടിടാം. ശരി, ഉറക്കം പോയി. അപ്പോ ബൈ.